നിലകൊള്ളുന്ന പലസ്തീനിലെയും ഗാസയിലെയും ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്പി കൽപ്പറ്റ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ടൗണിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പന്തംകൊളുത്തി നൈറ്റ് മാർച്ചിന്റെ ഭാഗമായത്. ശക്തമായ പ്രതിഷേധ രീതിയാണ് ഡിവൈഎഫ്പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിനെതിരെയും അവരുടെ അക്രമങ്ങളെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ നടപടികൾക്കെതിരെയും ഉണ്ടായത്. ഗാസയിലെ മരണപ്പെട്ട കുട്ടികളെ ഓർമ്മിപ്പിക്കും വിധം പ്രതീകാത്മകമായി കുട്ടികളുടെ മൃതദേഹം ഉൾപ്പെടെ കയ്യിലെടുത്തും പാലസ്തീൻ പതാകയ്ക്ക് ആദരമർപ്പിക്കും വിധം ബലൂണുകൾ തൂക്കിയും സേവ് പലസ്തീൻ ഫ്ലെക്സുകൾ പിടിച്ചും ബാനർ തൂക്കിയും നിരവധി പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരന്നത്. പ്രമുഖ പത്രപ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയുമായ അപർണ സെൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇസ്രായേൽ നടത്തുന്ന നരനായത്തിനെ പിന്തുണയ്ക്കുന്നവരെ അവർ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചു. എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ രാജ്യത്തിന്റെ ഭരണകൂടം ആർക്കൊപ്പമാണ് നിലകൊള്ളുന്നത്? ഈ രാജ്യത്തിന്റെ ഭരണകൂടം ആർക്കൊപ്പമാണ് നിലകൊള്ളേണ്ടത്? ഈ രാജ്യം എന്ന് പറയുന്നത് സെക്യുലറിസത്തിനും എല്ലാ കാലത്തും ജനാധിപത്യത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും മനുഷ്യാവകാശത്തിനും ഒക്കെ തന്നെയും ഊന്നൽ നൽകിക്കൊണ്ടിരുന്ന ഈ രാജ്യം ഇത് എന്തിനാണ് ഊന്നൽ നൽകുന്നത്? ആർക്കാണ് ഊന്നൽ നൽകുന്നത്? യുദ്ധ കുറ്റവാളിയായ അന്താരാഷ്ട്ര കോടതിയൊക്കെ തന്നെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന യുദ്ധ കുറ്റവാളിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന കേന്ദ്ര സർക്കാർ, BJP സർക്കാർ എന്താണ് അവർ നൽകാൻ ശ്രമിക്കുന്ന സന്ദേശം? മറ്റൊന്നുമല്ല, ഞങ്ങൾ വംശഹത്യ നടത്തുന്നവർക്കൊപ്പം, ഞങ്ങൾ ഈ പറയുന്നത് പോലെ ഫാസിസ്റ്റുകൾക്കൊപ്പം ഞങ്ങൾക്ക് എപ്പോഴും നിൽക്കാൻ കഴിയുക ഒരു മതത്തിന്റെ പേരിൽ ഉന്മൂലനം ചെയ്യുന്ന മനുഷ്യർക്കൊപ്പം മാത്രമാണ് എന്നുള്ള മെസ്സേജാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ഇത്രയും കാലം രാജ്യം ഭരിച്ച പല പാർട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയും നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. കാരണം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ വിഷയം, അതായത് ഇതിൽ പലസ്തീനികളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പലസ്തീനികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പലസ്തീനികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക, പലസ്തീനികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുക, ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥമേ ഉള്ളൂ. അത് മുസ്ലിം വംശജരാണല്ലോ അവർ. അപ്പോൾ ആ മുസ്ലിം വംശജർക്ക് വേണ്ടി സംസാരിച്ചാൽ ബീഹാറിൽ വോട്ട് കുറഞ്ഞാലോ, ബീഹാറിലെ വരേണ്യവർഗത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കാതെ വന്നാലോ, ഈ വോട്ട് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ട് മാനുഷിക മൂല്യങ്ങളെ മാനവികതയൊക്കെ തന്നെയും കാറ്റി പറത്തുന്ന രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യം എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇന്ത്യ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്ത്യക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. പലസ്തീനൊപ്പം തന്നെയാണ്. 1948 മുതൽ ഏറ്റവും വലിയ യുദ്ധക്കെടുതി നേരിട്ടുകൊണ്ടിരിക്കുന്ന പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനൊപ്പം മാത്രം നിലകൊണ്ടിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതേതര രാജ്യം. ഇപ്പോഴും നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന രാജ്യം, മനുഷ്യാവകാശങ്ങൾക്കും മാനവീയ മൂല്യങ്ങൾക്കും ഒക്കെ തന്നെയും നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഇന്നും വിശ്വസിക്കുന്ന ഈ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഭരണകൂടം പറയുകയാണ് ഞങ്ങൾ ഈ അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളിയെയാണ് സംരക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡിവൈഎഫ്പി ജില്ലാ സെക്രട്ടറി KM ഫ്രാൻസിസ്, പ്രസിഡന്റ് ജിതിൻ KR, ഡിവൈഎഫ്പി നേതാക്കളെ അർജുൻ ഗോപാൽ, മെഹബൂബ് KT, മറ്റു ഡിവൈഎഫ്പി നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ന്യൂസ് 1 കൽപ്പറ്റ.